ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പോൾ അമേരിക്കയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബ്ബ് വേൾഡ് കപ്പിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ഇതിനെ വിമർശിച്ചിരുന്നു. വെക്കേഷന്റെ സമയത്താണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത്. യൂറോപ്പിലെ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ് എന്നൊക്കെയായിരുന്നു റാഫീഞ്ഞ പറഞ്ഞിരുന്നത്. അതിന് സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പ്രശസ്ത പരിശീലകനായ യുർഗൻ ക്ലോപ്പ് നടത്തിയിട്ടുള്ളത്. അതായത് ഏറ്റവും മോശം ഐഡിയയായിരുന്നു ഈ ക്ലബ്ബ് വേൾഡ് കപ്പ്. യാതൊരുവിധ പണിയും ഇല്ലാത്തവരാണ് ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോളിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും മോശം ഐഡിയയാണ് ക്ലബ്ബ് വേൾഡ് കപ്പ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ആളുകളാണ് ഇത്തരം ഐഡിയകൾ കൊണ്ടുവരുന്നത്. അടുത്ത സീസണിൽ താരങ്ങളെ വലിയ രൂപത്തിൽ പരിക്ക് പിടികൂടുമെന്ന് ഞാൻ ഭയക്കുന്നു. ഇതിന് മുൻപെങ്ങും കാണാത്ത രൂപത്തിലുള്ള പരിക്കുകളായിരിക്കും ഉണ്ടാവുക. വരുന്ന ഫിഫ വേൾഡ് കപ്പിലോ അതിനുശേഷമോ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഇതാണ് യുർഗൻ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിരന്തരം മത്സരങ്ങൾ താരങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം യൂറോപ്പിലെ ഒരു വലിയ സീസണിന് ശേഷമാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇവർക്ക് കളിക്കേണ്ടി വരുന്നത്. ഇന്റർനാഷണൽ ബ്രേക്കുകൾ അതിനിടയിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിനെ വരെ ഇത് ബാധിച്ചേക്കും എന്നാണ് ഇപ്പോൾ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.